ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 മകരമാസം 25-ാം തീയതി, അതായത് 2017 ഫെബ്രുവരി മാസം 7-ാം തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 17 നാഴിക മകയിരവും ബാക്കി തിരുവാതിരയുമാണ്. നമ്മൾ ഇന്ന് കടക്കുന്നത് ശനിയുടെ ഈ മാറ്റം എങ്ങനെയാണ് തുലാരാശിക്കാരെ ബാധിക്കുന്നതെന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കന്നിരാശിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. തീർച്ചയായും ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. പ്രേക്ഷകർക്കെല്ലാം, പ്രത്യേകിച്ച് തുലാൻ രാശിക്കാർക്ക് കഴിഞ്ഞ 1.5 വർഷമായിട്ടുണ്ടായിരുന്ന ഏഴര ശനിക്കാലത്തെ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവർക്കൊരു സുവർണ കാലഘട്ടം വന്നിരിക്കുന്നു. 3-ാം ഭാവത്തിൽ ശനി, അതായത് തുലാം, വൃശ്ചികം, ധനു, 3-ാം രാശിയിൽ, അതായത് 3-ാം ഭാവത്തിൽ, അതായത് 3-ൽ ശനി. അതിനെ മുടിചൂടി മടിയാതെ വാഴും എന്നാണ്. മുടിചൂടി വാഴുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ശനിഗ്രഹം തുലാൻ രാശിയിൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഈ കഴിഞ്ഞ 1.5 വർഷമായി ഈ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന ഏഴര ശനിക്കാലത്തിന് അടുത്ത കുറേ കാലത്തേക്ക് അതേ ദുരിതാധിപനായിരിക്കുന്ന ശനി ചില ഉപകാരങ്ങളൊക്കെ ചെയ്തേച്ച് പോവുകയാണ്. അതിനാണ് അടുത്ത 2.5 വർഷത്തേക്കിന് വന്നിരിക്കുന്നത്. മുടിചൂടി വാഴും തൊഴിൽപരമായ അഭിവൃദ്ധിയോ, ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിൽ കിട്ടുവാനോ, പ്രത്യേകിച്ച് സൈന്യം, നിയമം ഇങ്ങനെ തേടുന്നവർക്ക് ശിരസ് തൊപ്പിവെക്കാനുള്ള യോഗം, അതുപോലെ തന്നെ അധികാരത്തിൻ്റെ അംഗീകാരപത്രത്തോടു കൂടി ജോലി കിട്ടുവാനുള്ള യോഗം, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഉയരുവാനും, മതമേലധ്യക്ഷന്മാർക്ക് അതിൽ ഉയർച്ച കിട്ടുവാനും, പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അധികാരവർഗങ്ങളിൽ നിന്നുള്ള ഗുണങ്ങൾ കിട്ടുന്നതിനും പൊതുജനങ്ങളിൽ നിന്നുള്ള ഗുണം ലഭിക്കുന്നതിനും, പൊതുവെ ബിസിനസ്സുകാർക്ക് കഴിഞ്ഞ 1.5 വർഷമായി ഉണ്ടായിരുന്ന കഷ്ടങ്ങളിൽ നിന്ന് മാറി പുതിയ ബിസിനസ് രംഗം തുടങ്ങി വെക്കുന്നതിനും അത് അഭിവൃദ്ധിയിലേക്ക് കടക്കുന്നതിനും, റിയൽ എസ്റ്റേറ്റ് മുതലായവയിൽ കുറച്ച് കാലഘട്ടമായിട്ട് നല്ല കച്ചവടമൊന്നും നടക്കാതെ വിഷമിച്ച് കടമൊക്കെ കയറിയിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് നല്ല നല്ല കച്ചവടങ്ങളൊക്കെ നടക്കുവാനും, കൺസ്ട്രക്ഷൻ വർക്കുകാർക്ക് നല്ല കച്ചവടങ്ങൾ കിട്ടുവാനും, വിദേശത്തേക്ക് ബിസിനസ് ജോലി മുതലായത് പരിശ്രമിച്ച് നിരാശയിൽപ്പെട്ട് കഴിയുന്നവർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ചതിയിലൊക്കെ പെട്ട് കിടക്കുന്നവർക്ക് പുതിയ രാജ്യത്തേക്ക്, പുതിയ തൊഴിൽ മേഖലയിലേക്കൊക്കെ കടക്കാനുള്ള യോഗങ്ങളും, മടിയാതെ വാഴും, അതായത് മടി കൂടാതെ തന്നെ തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഇല്ലാതെ തന്നെ ലഭിക്കുവാനുള്ള യോഗങ്ങളും, അതുപോലെ തന്നെ അവിവാഹിതർക്ക് വിവാഹം നടക്കുവാനും, വിവാഹം കഴിഞ്ഞവർക്ക് വീടോ കാര്യങ്ങളോ മറ്റ് ഉണ്ടായി സെപ്പറേറ്റ് താമസിക്കുവാനും, ചില കാലമോഹങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഗ്രഹവസ്തു വാഹന കനകവേഷഭൂഷണാദി യോഗം. കനകവേഷഭൂഷണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണങ്ങളും മറ്റുമൊക്കെ ബാങ്കി പണയോ വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ട് സ്വർണ്ണമൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് പുതു സ്വർണ്ണങ്ങൾ വാങ്ങുവാനും അധീനതയെ വരുവാനും, വസ്തുവൊക്കെ വിറ്റ് പോയിരിക്കുന്നവർക്ക് പുതിയ കടപ്പാടം ഉണ്ടാകുവാനും, ഒരു നിലയെ കൊണ്ട് രണ്ടാമതൊരു നിലയൊക്കെ മക്കൾക്ക് പഠിക്കാനൊക്കെയുള്ള സംവിധാനം വേണം എന്നുള്ളവർക്ക് അതിനുള്ളതോ, പുതിയ വില്ല, ഫ്ലാറ്റ് മുതലായതൊക്കെ കരസ്ഥമാക്കാനുള്ള അഡീഷണൽ ആയിട്ടുള്ള ഭാഗ്യങ്ങളും, പ്രൊമോഷൻ കാത്തു കഴിയുന്നവർക്ക്, ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യങ്ങളും, ഈ ഏഴര ശനിക്കാലത്ത് ജോലിയൊക്കെ നഷ്ടപ്പെടാനോ അല്ലെ ശമ്പളം കിട്ടാതെയോ 3 മാസം 5 മാസം കൂടുമ്പോൾ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന വിദേശത്തെ ജോലിക്കാർക്കൊക്കെ ആ കമ്പനി മാറി പുതിയ ഏതെങ്കിലും കമ്പനികളൊക്കെ ഏറ്റെടുത്ത് പഴയ കാലത്തെ കുടിശ്ശിക ഉൾപ്പെടെ പിടിച്ചോ എല്ലാം കൂടെ കുടിശ്ശിക ഉൾപ്പെടെ നല്ല എമൗണ്ടുകൾ കിട്ടാനോ, ഇനി അതൊന്നുമല്ലാകിലും അതത്രമാത്രം ആ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് മാറി പുതിയ വരുമാന ഉറവിടം ഉണ്ടാകുവാനും, കച്ചേരി കോടതി കേസിലൊക്കെ പെട്ട് കിടക്കുന്നവർക്കൊരു തീരുമാനമില്ലാതെ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലൂടെ ഇവർക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുവാനും, രോഗികൾ സ്ഥിരകാലമായിട്ട് അസുഖങ്ങളിൽ കഴിയുന്നവർക്ക് ആ രോഗത്തിൽ നിന്ന് മാറുവാനോ അല്ലെങ്കിൽ ഔഷധങ്ങളുടെ അളവ് കുറച്ച് കൊണ്ടിരുന്നതിനോ, സർജറി മുതലായത് കൂടിയേ മതിയാകൂ എന്ന് പറഞ്ഞവർക്ക് സർജറിയൊക്കെ ഒഴിവാകാനുള്ള സാധ്യതകളും, കുടുംബ ബന്ധങ്ങളിൽപ്പെട്ട് ഒലിഞ്ഞു കിടക്കുന്നവർക്ക് അതിൽ നിന്നുള്ള ഒരു മോചനവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ തുലാക്കൂറുകാർക്ക് ഉണ്ട്. ചിത്തിര ഒടുവിൽ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രം
മുക്കാൽ ഭാഗം അടങ്ങുന്ന ഈ രാശി സമൂഹത്തിന് തുലാക്കൂറുകാർക്ക് മുടിചൂടി മടിയാതെ വാഴും. അത് പൊതുവെ വസ്തുഗ്രഹവാഹനാദികൾ, ഔദ്യോഗികം, വിവാഹബന്ധം, അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടാവാതെ വിഷമിച്ച് ട്രീറ്റ്മെൻറ്റിൽ നേർച്ച കാഴ്ചകളാലൊക്കെ നിൽക്കുന്നവർക്ക് വിശേഷ വർത്തമാനം കേൾക്കാനും അല്ലെങ്കിൽ ഉണ്ണിയുണ്ടാവാനുള്ള യോഗങ്ങളും ഒക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടവും ട്രീറ്റ്മെൻറ്റ് ഫലിക്കുന്ന ഒരു കാലഘട്ടവും, അത് പൊതുപ്രസ്ഥാനങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് അതൊക്കെ പണിയാനുള്ള യോഗങ്ങളുമൊക്കെ തുടങ്ങുന്നു. എന്നാൽ ഇതൊക്കെ ഒരു പകുതി ശതമാനം, 3/4% വരെയുള്ള സാധ്യതകളാണ് 2017 ആഗസ്റ്റ് മാസം വരെ. ആഗസ്റ്റിന് ശേഷം ആയിരിക്കും ഇതിൻ്റെ പരിണിത പൂർണ്ണമായ ഫലം അനുഭവത്തിൽ വരുന്നത് ചിലർക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗരൂകരായി നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ അശ്രാന്ത പരിശ്രമശാലികൾക്കും കാരുണ്യപ്രവർത്തകർക്കും അതാത് കാലഘട്ടം ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കും ജാതക നിലയിൽ ശനി പവർഫുള്ളായിട്ട് നിൽക്കുന്നവർക്കും യോഗകാരകന്മാരായിട്ട് നിൽക്കുന്നവർക്കും പൂർണ്ണമായ ഫലം ഇപ്പോഴേ കണ്ടു തുടങ്ങുകയും ഒരു നഗരാധിപനോ ഒരു പുതിയ ഉദ്യോഗസ്ഥനോ ഒരു പുതിയ അധ്യാപകനോ അല്ലെ ഒരു പുരോഗമന പ്രസ്ഥാനക്കാരനോ ഒരു പുതിയ ചാർജ് ഏൽക്കുമ്പോൾ കഴിഞ്ഞവ പരിഹരിക്കുന്നതിന് വേണ്ട സമയം തരൂ, അല്ലെങ്കിൽ എല്ലാം പഠിക്കട്ടെ, പഠിച്ചിട്ട് വേണ്ടത് ചെയ്യാം എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു കാലതാമസം ഈ രാശിക്കാർക്ക് പുതിയ മേഖലകളിൽ നിന്ന് കിട്ടാനുള്ള ഒരു കാലതാമസം വരും. അതായത് ഒരു മഴ പെയ്ത് കഴിഞ്ഞ് മരവും പെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഒരല്പസ്വല്പം ദുരിതങ്ങളിലൂടെ 1-2 മാസങ്ങളിലൂടെയൊക്കെ ചിലർക്ക് കണ്ടേക്കാം. പക്ഷെ അതോർത്ത് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ജാതക നിലയിൽ അല്പമായും അതുപോലെ അപൂർണമായും ജാതകത്തിൽ ശനി ഗുണം ചെയ്യുന്നവർക്കും ശനി അത്യധികം ദോഷകരമായി നിൽക്കുന്നവർക്കും ശനി പത്മം വിട്ട് പഞ്ചബ്രഹ്മം എന്ന മന്ത്രങ്ങളാൽ ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം ശനിദേവനെ പൂജിക്കുകയും ശനി യന്ത്രം ധരിക്കുകയോ ഇന്ദ്രനീൽ രത്നം ധരിക്കുകയോ അതുപോലെ തന്നെ ശനി മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാർച്ചനകൾ ഈശാന സർവവിദ്യാനാമീശ്വര സർവഭൂതാനാം തുടങ്ങിയ പഞ്ചബ്രഹ്മങ്ങളെ കൊണ്ട് ശൈവാദിമൂർത്തികൾക്ക് ജലാഭിഷേകം നടത്തുകയും അതുപോലെ തന്നെ പുഷ്പാർച്ചനകൾ നടത്തുകയും നീരാഞ്ജന സമാലാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം ശനി മന്ത്രങ്ങളെ കൊണ്ടുള്ള പുഷ്പാർച്ചനകൾ നടത്തുന്നതിനും ഇന്ദ്രനീരത്നാദികൾ ധരിച്ചും കാഠിന്യങ്ങൾ കുറയ്ക്കുകയും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത് ഈ രാശിക്കാർക്ക് അടുത്ത 2.5 വർഷത്തേക്ക് എല്ലാവിധ നന്മകളും ജ്യോതിശാസ്ത്ര ആചാര്യന്മാർ വാഗ്ദാനം ചെയ്യുന്ന നന്മകളുണ്ടാവട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യാശിക്കുന്നു. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം